ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നേരത്തെ അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരിൽ അങ്ങനെയാണ്. കണ്ണൂരും അങ്ങനെയാണ്. ഒരു സംശയം വേണ്ട. പാർട്ടി വിട്ട് മത്സരിക്കുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും പറയാൻ തമ്മിലടിയാണ്. പാർട്ടി വിട്ട് ഏകദേശം അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭവമുള്ള ഏകദേശം 7ഓളം പേരാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇവിടെ കേരളത്തിലല്ലേ? അത് ഞങ്ങൾക്ക് 5.5 ലക്ഷം, അത് ഞാൻ പറഞ്ഞു 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതിൻ്റെ അകത്ത് 4-5 ആൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ? അല്ലാതെ സത്യത്തിലാ പറഞ്ഞു. തമ്മിലടി ഒരു തമ്മിലടിയും ഇല്ല. എല്ലാവരും പോയി. കോൺഗ്രസിൽ ഇനി ആരെങ്കിലും പോകാൻ ബാക്കിയില്ല. മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി വ്യവസായിയാണ്. അത് CPM BJP ഡീലെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഓരോ നുണ, ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും അതും തള്ളിക്കളി അസംബന്ധമാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന് പിന്നെ വേറെന്താ പറയണ്ടേ? ലീഗിലേക്ക് തിരിച്ചു പോകുന്നു പറയുന്നത് ഇടതുപക്ഷത്തിലെ സഹയാത്രികരെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എന്നാണ്. അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചു പോകുകയാണെന്നാണ്. അയാൾ അവിടെ തന്നെ വന്നേണല്ലോ. പറയുന്നത് അങ്ങനെ സഹയാത്രികരെ ചേർത്ത് നിർത്തുന്നില്ല എന്നാണ്. അല്ല, ഞങ്ങൾ സഹയാത്രികരെല്ലാം ചേർത്ത് നിർത്തുന്നത് എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. കാരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇവിടെ PK ശശിയുടെ സ്ഥിതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ മത്സരിക്കുന്ന 2 ആളുടെയും സ്ഥിതി, അതുപോലെ തന്നെ G സുധാകരൻ്റെ സ്ഥിതി. ഇതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, അവരെടുത്ത നിലപാടിൻ്റെ മേലെ തിരുത്തൽ പ്രക്രിയയിൽ അവർക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാൻ സാധിക്കാതെ കൊണ്ട് പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കൊടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം സംശയമുണ്ട്. 10 വർഷം അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണ് ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കകത്ത് കൂടുതൽ വരുന്നതിന്റെ കാരണം എന്നാണ്. നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാവാതെ കൊണ്ടാണ്. നിങ്ങളെല്ലാം പത്രപ്രവർത്തകരല്ലേ, നന്നായിട്ട് പാർട്ടിയുടെ തന്നെ ചരിത്രം കൂടി വായിക്കി പഠിക്കണം. നിങ്ങൾക്കറിയോ, തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആരാ കേരളത്തിൽ? തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൂക്കുമരം സമ്മാനിച്ചു. അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി കേരളത്തിലുണ്ട്. ആരായിരുന്നു? അതാ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ചരിത്രം വായിക്കുകയും പഠിക്കുകയും വേണമെന്ന്. ആരാ? കണ്ണൂരിലെ പത്രക്കാർക്ക് അറിയില്ല, വ്യക്തമായില്ലേ? എന്നാൽ KPR ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 1940 സെപ്റ്റംബർ 15 UDF ഇത്തവണ തോൽക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രമായി മത്സരിക്കുന്ന പലരെ കുറിച്ചുമൊക്കെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ നിലവിൽ LDF യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഒരു തമ്മിലടിയുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോവുകയായിരുന്നു കണ്ണൂരിൽ MV ഗോവിന്ദൻ.